Hello dear students, welcome to Madhur. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് എക്സാമിന് 2023 ജനുവരിയിൽ ടോപ്പോളജിയിൽ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Any compact subset of a host of spaces compact, open, closed, connected. Okay. അപ്പോൾ നമുക്ക് ഒരു ഹോസ്റ്റ് ഓഫ് സ്പേസിന്റെ കോമ്പാക്ട് സബ്സെറ്റ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ടോപ്പോളജി പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഡെഫിനിഷൻസ് നല്ലതുപോലെ അറിയണം. നമ്മൾ ഒരു സ്പേസിനെ ഹോസ്റ്റ് ഓഫ് സ്പേസ് എന്ന് പറയണമെങ്കിൽ ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്. ഓക്കെ, ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. നമ്മൾ ഈ ഹോസ്റ്റ് ഓഫ് സ്പേസ് നമ്മളൊരു T2 സ്പേസ് എന്നും പറയും. ഓക്കെ, നിങ്ങൾ ഓർത്തിരിക്കുക, ഹോസ്റ്റ് ഓഫ് സ്പേസിന്റെ മറ്റൊരു പേരാണ് T2 സ്പേസ്. അപ്പോൾ ഈ സ്പേസിനെ ഹോസ്റ്റ് ഓഫ് സ്പേസ് എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് എക്സ് വൈ നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, എക്സ് വൈ എന്താണ്, ഡിസ്റ്റിങ്ക്ട് ആണ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റണം, ഈ രണ്ട് പോയിന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ് യു കോമ വി നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ മീനിങ് എക്സ് എന്നുള്ള പോയിന്റ് എവിടെ ഉണ്ടായിരിക്കണം, യുവിൽ ഉണ്ടായിരിക്കണം. പക്ഷെ എക്സ് എവിടെ ഉണ്ടാവാൻ പറ്റില്ല, വിയിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, എക്സ് നോട്ട് ബിലോങ്സ് ടു വി. അതേപോലെ വൈ എന്നുള്ള പോയിന്റ് എവിടെ വേണം, വിയിൽ ഉണ്ടായിരിക്കണം. വൈ എവിടെ ഉണ്ടാവാൻ പറ്റില്ല, യുവിൻ്റെ അകത്ത് ഉണ്ടാവാൻ പറ്റില്ല. ഓക്കെ, വൈ നോട്ട് ബിലോങ്സ് ടു യു. ഓക്കെ, അതേപോലെ യു ഇന്റർസെക്ഷൻ വി, അതായത് ഈ രണ്ട് ഓപ്പൺ സെറ്റ് യുവും വി എന്താണ്, ഡിസ്ജോയിന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്പേസിനാണ് എന്ത് പറയുന്നത്, T2 സ്പേസ് എന്ന് പറയുന്നത്. ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്രൂൾ. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് എക്സാമിന് 2023 ജനുവരിയിൽ ടോപ്പോളജിയിൽ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എനി കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് എ ഹോസ്റ്റ് ഓഫ് സ്പേസസ് കോമ്പാക്ട്, ഓപ്പൺ, ക്ലോസ്ഡ്, കണക്റ്റഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഹോസ്റ്റ് ഓഫ് സ്പേസിന്റെ കോമ്പാക്ട് സബ്സെറ്റ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ടോപ്പോളജി പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഡെഫിനിഷൻസ് നല്ലതുപോലെ അറിയണം. നമ്മൾ ഒരു സ്പേസിനെ ഹോസ്റ്റ് ഓഫ് സ്പേസ് എന്ന് പറയണമെങ്കിൽ ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്. ഓക്കെ, ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. നമ്മൾ ഈ ഹോസ്റ്റ് ഓഫ് സ്പേസ് നമ്മളൊരു T2 സ്പേസ് എന്നും പറയും. ഓക്കെ, നിങ്ങൾ ഓർത്തിരിക്കുക, ഹോസ്റ്റ് ഓഫ് സ്പേസിന്റെ മറ്റൊരു പേരാണ് T2 സ്പേസ്. അപ്പോൾ ഈ സ്പേസിനെ ഹോസ്റ്റ് ഓഫ് സ്പേസ് എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് എക്സ് വൈ നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, എക്സ് വൈ എന്താണ്, ഡിസ്റ്റിങ്ക്ട് ആണ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റണം, ഈ രണ്ട് പോയിന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ് യു കോമ വി നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ മീനിങ് എക്സ് എന്നുള്ള പോയിന്റ് എവിടെ ഉണ്ടായിരിക്കണം, യുവിൽ ഉണ്ടായിരിക്കണം. പക്ഷെ എക്സ് എവിടെ ഉണ്ടാവാൻ പറ്റില്ല, വിയിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, എക്സ് നോട്ട് ബിലോങ്സ് ടു വി. അതേപോലെ വൈ എന്നുള്ള പോയിന്റ് എവിടെ വേണം, വിയിൽ ഉണ്ടായിരിക്കണം. വൈ എവിടെ ഉണ്ടാവാൻ പറ്റില്ല, യുവിൻ്റെ അകത്ത് ഉണ്ടാവാൻ പറ്റില്ല. ഓക്കെ, വൈ നോട്ട് ബിലോങ്സ് ടു യു. ഓക്കെ, അതേപോലെ യു ഇന്റർസെക്ഷൻ വി, അതായത് ഈ രണ്ട് ഓപ്പൺ സെറ്റ് യുവും വി എന്താണ്, ഡിസ്ജോയിന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്പേസിനാണ് എന്ത് പറയുന്നത്, T2 സ്പേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the co-countable topology, only convergent sequences are. Co-countable ടോപ്പോളജിയിലെ കൺവേർജന്റ് സീക്വൻസ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. കോഷി സീക്വൻസ്, കോൺസ്റ്റന്റ് സീക്വൻസ്, ഇവൻച്വലി കോൺസ്റ്റന്റ് സീക്വൻസ്, നൺ ഓഫ് ദിസ്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു സെറ്റിനെ കോ കൗണ്ടബിൾ എന്ന് പറയണമെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എക്സ് മൈനസ് എന്തായിരിക്കണം, കൗണ്ടബിൾ ആയിരിക്കണം. ഓക്കെ, സെറ്റിനെ കോ കൗണ്ടബിൾ എന്ന് പറയണമെങ്കിൽ അതിനെ കോംപ്ലിമെന്റ് എടുക്കുക എക്സ് മൈനസ്, അത് കൗണ്ടബിൾ ആയാൽ നമുക്ക് ഈ സെറ്റിനെ കോ കൗണ്ടബിൾ എന്ന് പറയാം. ഇനി ഈ സെറ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടോപ്പോളജിയാണ് എന്ത്, കോ കൗണ്ടബിൾ ടോപ്പോളജി. അതിന്റെ ഡെഫിനേഷൻ എന്താണ്, കോ കൗണ്ടബിൾ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എക്സിന്റെ സബ്സെറ്റ്സ് എന്റെ കളക്ഷൻസ് ആണ്. ഓക്കെ, എക്സിന്റെ സബ്സെറ്റ്സ് എന്റെ കളക്ഷൻസ് ആണ് ടോപ്പോളജിയിൽ ഉണ്ടായിരിക്കുക. എ ഒന്നുകിൽ എം ടി സെറ്റ് ആയിരിക്കണം. ഓക്കെ, എം ടി സെറ്റ് എന്താണ് കോ കൗണ്ടബിൾ ടോപ്പോളജിയിൽ ഉണ്ടായിരിക്കും. അതേപോലെ എക്സ് മൈനസ് എന്തായിരിക്കണം, കൗണ്ടബിൾ ആയിരിക്കണം. എക്സ് മൈനസ് എ കൗണ്ടബിൾ ആയ എ ആരായി, കോ കൗണ്ടബിൾ ആയി. ഓക്കെ, അപ്പോ എക്സിന്റെ കോ കൗണ്ടബിൾ സബ്സെറ്റ്സും എം ടി സെറ്റും കൂടെ ചേർന്ന ടോപ്പോളജിയാണ് എന്ത്, കോ കൗണ്ടബിൾ ടോപ്പോളജി. ഓക്കെ, ഒന്നുകൂടെ പറയാം, എക്സിന്റെ കോ കൗണ്ടബിൾ സബ്സെറ്റ്സും, അതായത് കോ കൗണ്ടബിൾ സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ. ഓക്കെ, കാരണം എക്സ് മൈനസ് എ കൗണ്ടബിൾ ആയതുകൊണ്ട് എ കോ കൗണ്ടബിൾ ആണ്.
അപ്പോൾ എക്സിന്റെ കോ കൗണ്ടബിൾ സബ്സെറ്റ്സ് ആയിട്ടുള്ള എകളും എം ടി സെറ്റും കൂടെ ചേർന്നതാണ് എന്ത് നമ്മുടെ കോ കൗണ്ടബിൾ ടോപ്പോളജി. ഓക്കെ, എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക, കോ കൗണ്ടബിൾ ടോപ്പോളജിയിലെ കൺവേർജന്റ് സീക്വൻസ് എന്തായിരിക്കും? ഇവൻച്വലി കോൺസ്റ്റന്റ് സീക്വൻസ് ആയിരിക്കും. ഇനി എന്താണ് ഇവൻച്വലി കോൺസ്റ്റന്റ് സീക്വൻസ്? നമുക്ക് ഒരു സീക്വൻസ് ഉണ്ട്, ഓക്കെ, എക്സ് എന്നുള്ള ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിലെ ഒരു പ്രത്യേക നാച്ചുറൽ നമ്പറിന് ശേഷമുള്ള സീക്വൻസിലെ ടേംസ് ഒക്കെ എന്തായിരിക്കും? ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും, ഒരു കോൺസ്റ്റന്റ് നമ്പർ ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ എന്താണ്, ഇപ്പോ n എന്ത് ചെയ്തു, നമ്മൾ ഒരു ക്യാപിറ്റൽ N ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു 1000 ചൂസ് ചെയ്തു. ഓക്കെ, നോക്കൂ, ഫോർ സം n, ഇഫ് ദർ എക്സിസ്റ്റ് സം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു നമ്പർ n എക്സിസ്റ്റ് ചെയ്യണം. ഈ നമ്പറിന് ശേഷമുള്ള xnകൾ, എക്സാമ്പിൾ ആയിട്ട് x1000, ഓക്കെ, അതേപോലെ x1001, അതുപോലെ x1002 എക്സെട്ര. ഓക്കെ, അതായത് ഈ നമ്പർ n ശേഷമുള്ള n ഉള്ള സീക്വൻസിലെ ടേംസ് xnകളൊക്കെ എന്തായിരിക്കണം? p ആയിരിക്കണം. അതായത് ഇത് p ആയിരിക്കണം, ഇത് p ആയിരിക്കണം, എക്സെട്ര, ഇത് p ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ നമ്പറിന് ശേഷമുള്ള എല്ലാ ടേംസും ഒരേപോലെ വരണം. അതാണ് എന്ത്? ഇവൻച്വലി കോൺസ്റ്റന്റ് സീക്വൻസ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, കോ കൗണ്ടബിൾ ടോപ്പോളജിയിലെ കൺവേർജന്റ് സീക്വൻസസ് എപ്പോഴും എന്തായിരിക്കും? കൺവേർജ് എന്ന സീക്വൻസ് ആണ്, അതെന്തായിരിക്കും? ഇവൻച്വലി കോൺസ്റ്റന്റ് സീക്വൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കൺവേർജന്റ് ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എക്സ് ബി എ മെട്രിക് സ്പേസ് ആൻഡ് എ സബ്സെറ്റ് ഓഫ് എക്സ്. എക്സ് ടി എന്നുള്ളത് എന്താണ്? ഒരു മെട്രിക് സ്പേസ് ആണ്, എക്സിന്റെ സബ്സെറ്റ് ആണ് എ. Then which of the following is true? Okay, ഏതാണ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. x belongs to a closure. If x belongs to a closure, then there exists a sequence in A which converges to x. Okay, x എന്നുള്ള പോയിന്റ് സെറ്റ് എന്റെ ക്ലോഷർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു എയില് ഒരു സീക്വൻസ് കിട്ടും, അത് എക്സിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. അങ്ങനത്തെ ഒരു സീക്വൻസ് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തേത്, there exists a sequence in x that converges to two distinct points in x. എക്സിലെ രണ്ട് ഡിസ്റ്റിങ്ക്ട് പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എവറി കോഷി സീക്വൻസ് ഇൻ എക്സ് ഈസ് കൺവേർജന്റ്. ഏതൊരു കോഷി സീക്വൻസ് എന്തായിരിക്കും? കൺവേർജന്റ് ആയിരിക്കും. ഇഫ് എക്സ് ഈസ് കോമ്പാക്ട് ആൻഡ് എ ഈസ് ക്ലോസ്ഡ്, then എ മേ നോട്ട് ബി കോമ്പാക്ട്. എക്സ് കോമ്പാക്ട് ആണ്, എ ക്ലോസ്ഡ് ആണെങ്കിൽ എ എന്താണെന്നില്ല? കോമ്പാക്ട് ആവണമെന്ന് നിർബന്ധമില്ല. ഇതാണ് 4 കണ്ടീഷൻസ്. ഇതിൽ ഏതാണ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓർത്തിരിക്കുക, ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ട്രൂ ആയിട്ടുള്ളത്. അതായത് നമ്മളെ എക്സിന്റെ, ഓക്കെ, നമ്മളതിലൊരു സെറ്റ് എക്സ് ഉണ്ട്. ഓക്കെ, നമുക്കറിയാം അതിലെ ഒരു സബ്സെറ്റ് ആണ് ഇത് എ എന്നുള്ളത്. ഓക്കെ, ഇതിന്റെ ക്ലോഷർ ആണ് ഇത് എ ക്ലോഷർ. ഓക്കെ, ഇനി എക്സ് ഉള്ള പോയിന്റ് എ ക്ലോഷർ ഉണ്ടെങ്കിൽ, ഓക്കെ, എ ക്ലോഷർ ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ട് നമുക്ക് എന്ത് പറയാം? എയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, മേ ബി ഒന്നുകിൽ എയിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്റെ പുറത്തായിരിക്കും എന്തുണ്ടായിരിക്കുക? എ സെറ്റിന്റെ പോയിന്റ്സ് എക്സ് എന്നുള്ള പോയിന്റ് എ ക്ലോഷർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നിൽ എയിലായിരിക്കാം, അല്ലെങ്കിൽ എന്റെ പുറത്തായിരിക്കാം. ഓക്കെ, കാരണം എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക, എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്ലോഷർ. ഒന്നുകിൽ എയും എ ക്ലോഷർ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ എ എയിനെക്കാട്ടിലും വലുതായിരിക്കും എന്ത്? എ ക്ലോഷർ. ഓക്കെ, അപ്പൊ നമ്മുടെ പോയിന്റ് എക്സ് ഒന്നുകിൽ എയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എന്റെ പുറത്തായിരിക്കും. നമ്മൾ സപ്പോസ് എക്സ് വിടാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എക്സ് എ ക്ലോഷർ ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, എ ക്ലോഷർ ഉണ്ടെങ്കിൽ എയിൽ എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് എന്നുള്ള പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ്, അതായത് x1 x2 എക്സെട്ര എന്നുള്ള ഒരു സീക്വൻസ് എയിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതേപോലെ ഈ ഡി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം. ഇത് നമുക്കൊരു റിസൾട്ട് ആയിട്ട് പറയാം. എക്സ് കോമ്പാക്ട് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ സ്പേസ്, നമ്മുടെ കയ്യിൽ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്, എക്സ് ഇതെന്താണ്? കോമ്പാക്ട് ആണ്. ഓക്കെ, അതേപോലെ എ എന്നുള്ളത് എന്താണ്? ഇതിന്റെ ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതെന്താണ്? എ എന്നുള്ളത് ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് ആണെങ്കിൽ ഈ എയും എന്തായിരിക്കും? കോമ്പാക്ട് ആയിരിക്കും. ഓക്കെ, എയും നമുക്ക് എന്ത് പറയാം? ഇതും എന്തായിരിക്കും? കോമ്പാക്ട് ആയിരിക്കും. ഓക്കെ, അതായത് ഒരു കോമ്പാക്ട് സ്പേസിലുള്ള ക്ലോസ്ഡ് സബ്സെറ്റ് എഗെയിൻ എന്തായിരിക്കും? കോമ്പാക്ട് ആയിരിക്കും. ഇത് റിസൾട്ട് ആണ്. പക്ഷെ നമുക്ക് ഇവിടെ നോൺ കോമ്പാക്ട് എന്നാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇത് ട്രൂ അല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ റിസൾട്ട് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അതേപോലെ എക്സിൽ എല്ലാ കോഷി സീക്വൻസും എന്താണെന്നില്ല? കൺവേർജന്റ് ആണെന്ന് നിർബന്ധമില്ല. അതേപോലെ ഒരിക്കലും എന്ത് ചെയ്യില്ല? എക്സിലുള്ള ഒരു സീക്വൻസ് രണ്ട് ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സിലേക്ക് എന്ത് ചെയ്യില്ല? കൺവേർജ് ചെയ്യണമെന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡിസ്ക്രീറ്റ് സ്പേസ് എക്സ് ടോ ഈസ് സെക്കൻഡ് കൗണ്ടബിൾ ഓൺലി ഇഫ്. ഓക്കെ, ഒരു ഡിസ്ക്രീറ്റ് ടോപ്പോളജിക്കൽ സ്പേസ് ആണിത് എക്സ് ടോ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സ് ടോ എന്നുള്ളത് എന്താണ്? ഡിസ്ക്രീറ്റ് ടോപ്പോളജി ആണെന്ന് പറയാം.
ഓക്കെ, അത് ഈ ഡിസ്ക്രീറ്റ് ടോപ്പോളജി സെക്കൻഡ് കൗണ്ടബിൾ ആണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക, സെക്കൻഡ് കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ് കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കൗണ്ടബിൾ ബേസ് ഉണ്ടായിരിക്കുക എന്നാണ് മീനിങ്. ഓക്കെ, ടോപ്പോളജിയുടെ ബേസ് എന്തായിരിക്കുക? കൗണ്ടബിൾ ആയിരിക്കാം. ഓക്കെ, നമുക്ക് ഒരു ടോപ്പോളജി ഉണ്ടല്ലോ, ആ ടോപ്പോളജിന്റെ ഒരു ബേസ് ഉണ്ട്. സപ്പോസ് അത് ബി ആണെന്ന് വിചാരിക്കാം. അതിൽ എലമെന്റ്സിന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റണം. അത് കൗണ്ട് ചെയ്തിട്ട് ഫൈനൈറ്റ് ആവാം അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആവാം, കൗണ്ട് ചെയ്യാൻ പറ്റിയാൽ മതി. അതായത് ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് എന്നുള്ള രീതിയിൽ കൗണ്ട് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് B1 B2 എക്സെട്ര ഈ രൂപത്തിൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന എലമെന്റ്സ് ആണ് ബേസിലുള്ളതെങ്കിൽ നമുക്ക് ഈ ടോപ്പോളജിക്കൽ സ്പേസിനെ സെക്കൻഡ് കൗണ്ടബിൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ടോപ്പോളജിക്കൽ സ്പേസ് ഡിസ്ക്രീറ്റ് സ്പേസ് സെക്കൻഡ് കൗണ്ടബിൾ ആണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക, ആ സെറ്റ് എക്സ് എന്തായിരിക്കണം? കൗണ്ടബിൾ ആയിരിക്കണം. ഓക്കെ, സെറ്റ് കൗണ്ടബിൾ ആയാൽ മാത്രമേ അതിലുള്ള ബേസ് എന്താവുള്ളൂ? ബേസിലെ എലമെന്റ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. സ്പേസ് എപ്പോൾ എന്തായിരിക്കുമ്പോൾ ഡിസ്ക്രീറ്റ് സ്പേസ് ആയിരിക്കും. ഡിസ്ക്രീറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ടോപ്പോളജി ആണ് എന്ത്? ഡിസ്ക്രീറ്റ് ടോപ്പോളജി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്തേക്കുക, എക്സ് എന്നുള്ള സെറ്റിലെ എലമെന്റ്സിനെ കൗണ്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ബേസിലെ എലമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് കൗണ്ടബിലിറ്റി ഈസ് ഹെറിഡിറ്ററി. ഫസ്റ്റ് കൗണ്ടബിലിറ്റി ഈസ് ഹെറിഡിറ്ററി. നോർമാലിറ്റി ഈസ് നോട്ട് ഹെറിഡിറ്ററി. റെഗുലാരിറ്റി ഈസ് നോട്ട് ഹെറിഡിറ്ററി. ഇവിടെ എല്ലാത്തിലും ഒരു ഹെറിഡിറ്ററി എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അതിന്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്. ഓക്കെ, എക്സ് ടോ എന്നുള്ളത് എന്താണ്? നമ്മുടെ കയ്യിലുള്ള ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. ഓക്കെ, അതേപോലെ എക്സിന്റെ ഒരു സബ്സെറ്റ് ആണ് ഏത്? വൈ. ഓക്കെ, ഇതിലുള്ള ടോപ്പോളജി ആണ് ഏത്? ടോ ബാർ വൈ. ഓക്കെ, എന്ന് പറഞ്ഞാൽ സബ്സ്പേസ് ടോപ്പോളജി എന്ന് നമ്മൾ ഇതിനെ പറയാം. അതായത് എക്സിന്റെ സബ്സെറ്റ് ആണ് വൈ. ഓക്കെ, അപ്പൊ എക്സ് ടോ എന്നുള്ള ടോപ്പോളജിന്റെ സബ്സ്പേസ് ആയിട്ടുള്ള വൈയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ടോപ്പോളജി ഏതാണ്? ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യാം ടോ ബാർ വൈ. ഓക്കെ, അതിനെ നമ്മൾ സബ്സ്പേസ് ടോപ്പോളജി എന്ന് പറയും. ഓക്കെ, അപ്പോ നമ്മൾ ടോപ്പോളജിക്കൽ സ്പേസിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, ഓക്കെ, സപ്പോസ് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതേ പ്രോപ്പർട്ടി നമ്മളെ സബ്സ്പേസിന്, നമ്മളെ ടോപ്പോളജിക്കൽ സ്പേസിനുള്ള അതേ പ്രോപ്പർട്ടി നമ്മളെ സബ്സ്പേസിന് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ സ്പേസിനെ, ആ ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ എന്ത് പറയും? ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്ന് പറയും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സെക്കൻഡ് കൗണ്ടബിലിറ്റി എന്നുള്ളത് എന്താണ്? ഒരു ഹെറിഡിറ്ററി പ്രോപ്പർട്ടിയാണ്. എന്താണ് സെക്കൻഡ് കൗണ്ടബിലിറ്റി? നമ്മളെ ടോപ്പോളജിക്കൽ സ്പേസിന്റെ ബേസ് കൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ സബ്സ്പേസിന്റെ ബേസ് എന്തായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോ ടോപ്പോളജിക്കൽ സ്പേസിന്റെ ബേസ് കൗണ്ടബിൾ ആണെങ്കിൽ അതേ സബ്സ്പേസിനുള്ള ബേസ് എന്തായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രോപ്പർട്ടി നമ്മൾ എന്താ പറയാ? ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്ന് പറയാം. അപ്പൊ സെക്കൻഡ് കൗണ്ടബിലിറ്റി എന്താണ്? ഒരു ഹെറിഡിറ്ററി പ്രോപ്പർട്ടിയാണ്. അതേപോലെ ഫസ്റ്റ് കൗണ്ടബിലിറ്റി എന്താണ്? ഹെറിഡിറ്ററി പ്രോപ്പർട്ടിയാണ്. ഇത് രണ്ടും ശരിയാണ്. ഓക്കെ, അതേപോലെ നോർമാലിറ്റി എന്തല്ല? ഹെറിഡിറ്ററി പ്രോപ്പർട്ടി അല്ല. എന്ന് പറഞ്ഞാൽ സ്പേസ് നോർമൽ ആണെന്ന് വിചാരിച്ച് സബ്സ്പേസ് എന്താണെന്നില്ല? നോർമൽ ആണെന്ന് നിർബന്ധമില്ല. അതും ശരിയാണ്. ഇനി നോക്കൂ, റെഗുലാരിറ്റി ഈസ് നോട്ട് എ ഹെറിഡിറ്ററി. പക്ഷെ ഇത് തെറ്റാണ്. റെഗുലാരിറ്റി ശരിക്കും എന്താണ്? അത് ഹെറിഡിറ്ററി പ്രോപ്പർട്ടിയാണ്. സ്പേസ് റെഗുലർ സ്പേസ് ആണെങ്കിൽ സബ്സ്പേസ് എന്തായിരിക്കും? റെഗുലർ ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഇതാണ്. റെഗുലാരിറ്റി ഈസ് നോട്ട് എ ഹെറിഡിറ്ററി എന്നാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ ഇത് ശരിയല്ല. ശരിക്കും എന്താണ് വേണ്ടത്? റെഗുലാരിറ്റി എന്താണ്? ഹെറിഡിറ്ററി ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 4 റിസൾട്ട് നമുക്ക് പഠിച്ചെടുക്കാം. എന്തൊക്കെയാണ്? സെക്കൻഡ് കൗണ്ടബിലിറ്റി ഹെറിഡിറ്ററി ആണ്, ഫസ്റ്റ് കൗണ്ടബിലിറ്റി ഹെറിഡിറ്ററി ആണ്, നോർമാലിറ്റി എന്തല്ല? ഹെറിഡിറ്ററി അല്ല, ഇതിന്റെ ഓപ്പോസിറ്റ് റെഗുലാരിറ്റി എന്താണ്? ഹെറിഡിറ്ററി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, S1 equal to set of all A, B, closed level A, B such that A less than B, AB belongs to rationals is a base for some topology on R. S2 is equal to set of all open interval minus infinity A belongs to real is a base for some topology on R. Okay, then this statement S1 and S2 are true, etc. Okay, നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് S1 S2 തന്നിട്ടുണ്ട്. എന്താണ്? ആറിലുള്ള ഏതോ ടോപ്പോളജിയുടെ ബേസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. രണ്ട് സെറ്റ് S1 S2 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് റിയൽ ലൈനിലുള്ള ഏതെങ്കിലും ഒരു ടോപ്പോളജിയുടെ ബേസ് ഇതിൽ ഏതാന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ഓർത്ത് വെക്കുക, റിയൽ ലൈനിലുള്ള, ഓക്കെ, ഇതാണ് നമ്മുടെ റിയൽ ലൈന്. റിയൽ ലൈനിലുള്ള
ടോപ്പോളജിയുടെ ബേസ് എന്ന് പറഞ്ഞാൽ അത് എന്ത് ഫോമിലായിരിക്കും? ഓപ്പൺ ഇന്റർവൽ ഫോമിലായിരിക്കും. ഓക്കെ, ഓപ്പൺ ഇന്റർവൽസിന്റെ ഫോമിലായിരിക്കും. എന്താണ് ബേസ് എന്ന് പറഞ്ഞ മീനിങ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ആറിന്റെ യൂഷ്വൽ ടോപ്പോളജി എടുക്കാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആറിലുള്ള യൂഷ്വൽ മെട്രിക് ഉണ്ടാക്കുന്ന ടോപ്പോളജിയാണ് ഇത്. ഓക്കെ, യൂഷ്വൽ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സെറ്റ് എക്സ് എന്നുള്ള സെറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? റിയൽ നമ്പേഴ്സിന് എടുക്കാം. ഓക്കെ, ഇവിടെ നമ്മളൊരു മെട്രിക് ഡിഫൈൻ ചെയ്യാണ്, d of x, y equal to mod x minus y. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇത് ഒരു മെട്രിക് ആണ്. ഓക്കെ, ഇത് നമ്മൾ യൂഷ്വൽ മെട്രിക് എന്ന് പറയാം. ഓക്കെ, യൂഷ്വൽ മെട്രിക് അല്ലെങ്കിൽ യൂക്ലിഡിയൻ മെട്രിക് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഈ മെട്രിക് ഉണ്ടാക്കുന്ന ടോപ്പോളജിയാണ് ഇത് യൂഷ്വൽ ടോപ്പോളജി. നിങ്ങൾ ഓർത്ത് വെക്കുക, ആറിന്റെ യൂഷ്വൽ ടോപ്പോളജിയിലുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓപ്പൺ ഇന്റർവെൽസ് ആണ്. ഇനി ഓപ്പൺ ഇന്റർവെൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ എടുക്കാം, a less than b, എയും ബി എന്താണ്? റിയൽ നമ്പേഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്തരം ഇന്റർവെൽസ് എന്താണ്? ഈ ടോപ്പോളജിയിലുള്ള മെമ്പർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പൺ ആണെന്ന് നമുക്ക് എങ്ങനെ കാണിക്കാം? നമ്മൾ ഇതിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു പോയിന്റ് എക്സ് എടുക്കുക. ഈ എക്സ് സെന്റർ ആയിട്ട് നമുക്കൊരു ചെറിയൊരു ഓപ്പൺ ഇന്റർവെൽ എ ബിക്ക് അകത്ത് ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ എ ബി എന്തായി? ഓപ്പൺ ആയി. ഒരു സെറ്റ് ഓപ്പൺ ആണെന്ന് കാണിക്കാൻ ആ സെറ്റ് ഇപ്പൊ എ ബി ഓപ്പൺ ആണെന്ന് നമുക്ക് കാണിക്കണം. ഓക്കെ, എ കോമ ബി എന്നുള്ള ഓപ്പൺ ഇന്റർവെൽ, ഈ ഓപ്പൺ ഇന്റർവെൽ ഓപ്പൺ സെറ്റ് ആണെന്ന് നമുക്ക് കാണിക്കണം. ഓക്കെ, ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ടോപ്പോളജിയിലെ മെമ്പർ. ഓക്കെ, അപ്പൊ ഈ എ ബി എന്നുള്ള ഓപ്പൺ ഇന്റർവെൽ ആറിന്റെ യൂഷ്വൽ ടോപ്പോളജിയിലുള്ള എലമെന്റ് ആണ്. അതായത് ഓപ്പൺ സെറ്റ് ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനകത്ത് ഒരു ഓപ്പൺ ഇന്റർവെൽ കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ഓപ്പൺ ബോൾ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരു പോയിന്റ് എടുക്കുക, റേഡിയസ് വളരെ ചെറുതായിട്ടുള്ള ഒരു ഓപ്പൺ ബോൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഓപ്പൺ ഇന്റർവെൽ നമ്മൾ എ ബിക്ക് അകത്തുണ്ടെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ബി എന്നുള്ള സെറ്റ് ഓപ്പൺ സെറ്റ് ആയി എന്ന് പറഞ്ഞാൽ എ ബി എന്നുള്ള ഇന്റർവെൽ ഇവിടുത്തെ ആറിന്റെ യൂഷ്വൽ ടോപ്പോളജിയിൽ എലമെന്റ്സ് ആയി. ഇനി നിങ്ങൾ ഓർത്തിരിക്കുക, ഇവിടെ ഇന്റർവെൽ എന്ന് പറയുമ്പോൾ എൻഡ് പോയിന്റ്സ് ഫൈനൈറ്റ് ആണ് അല്ലെങ്കിൽ ബൗണ്ടഡ് ആണ്. അത് അല്ലാതെയും വരാം. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ -∞ a എന്നുള്ള കേസിലുള്ള -∞ a ഇത്തരം ഇന്റർവെലും ഇവിടുത്തെ ടോപ്പോളജിയിൽ എലമെന്റ്സ് ആയിരിക്കും. അതേപോലെ a∞, ഓക്കെ, റൈറ്റ് എൻഡ് ഫൈനൈറ്റ് ഇൻഫിനിറ്റ് ആയിട്ടുള്ളത് ഇതും എന്തായിരിക്കും? ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജിയിലെ എലമെന്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അപ്പൊ ട്രൂ? നോക്കൂ, -∞ a എന്നുള്ളത് എന്താണ്? ഇത്തരം ഇന്റർവെൽസ്, ഓപ്പൺ ഇന്റർവെൽസ്, ഇത് ആറിന്റെ ഏതെങ്കിലും ഒരു ടോപ്പോളജിയുടെ ബേസ് ആണ്. അപ്പൊ ഇത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇത് ട്രൂ ആണ്. S1 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ക്ലോസ്ഡ് ഇന്റർവെൽസ്, എൻഡ് പോയിന്റ് റാഷണൽസ് ആയിരിക്കണം. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക, ഇത് എന്താവണമെന്നില്ല, ഇതൊരു ബേസ് ആവണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇതിൽ S2 ആണ് ട്രൂ, S1 ഫാൾസ് ആണ്. അപ്പോ സ്റ്റേറ്റ്മെന്റ് S1 ഫാൾസ് ബട്ട് S2 ട്രൂ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ.